Hi friends, welcome to Hamictech graphics. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് വാട്സാപ്പിൽ വന്ന നല്ലൊരു അപ്ഡേറ്റിനെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കണ്ടു തന്നെ മനസ്സിലാക്കാം. അപ്പം വാട്സാപ്പിൽ വന്ന പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത് അവതാർ അപ്ഡേറ്റ് ആണ്. അപ്പം ഈ അവതാർ അപ്ഡേറ്റ് എന്താണെന്നും ഈ അവതാർ അപ്ഡേറ്റ് കൊണ്ടുള്ള ഗുണം എന്തെന്നും അതുപോലെ ഈ അവതാർ അപ്ഡേറ്റ് എവിടെ നിന്നാണ് ലഭിക്കുന്നതെന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം. അതിനായിട്ട് നിങ്ങൾ ആദ്യം വാട്സപ്പ് ഓപ്പൺ ചെയ്യണം. ഇനി ഒരു അവതാർ അപ്ഡേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു അവതാർ അപ്ഡേറ്റ് നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഒരു 3 ഡോട്ട് കണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. അവിടെ സെറ്റിംഗ് എന്നൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അക്കൗണ്ട് എന്ന ആ ഒരു ഓപ്ഷന് താഴെയായിട്ട് അവതാർ എന്ന് പറയുന്ന പുതിയൊരു ഓപ്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് യുവർ അവതാർ എന്നും പറഞ്ഞ് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവതാർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് യുവർ അവതാർ എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം ഈ ഒരു അവതാർ അപ്ഡേറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു അവതാറിന്റെ സ്റ്റിക്കർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ ആയിട്ട് നമുക്ക് അവതാറിനെ സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തുടങ്ങിയ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതൊക്കെ വായിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സ്കിൻ ടോൺ സെലക്ട് ചെയ്യേണ്ടതാണ്. നമ്മുടെ അവതാറിന്റെ സ്കിൻ ടോൺ ഏതോ, അതായത് നമ്മുടെ തന്നെ ഒരു അവതാരമാണല്ലോ വരാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മുടേതായിട്ടുള്ള കളർ സ്കിൻ ടോൺ ഏതോ അതൊക്കെ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് ഉണ്ട്. ഹെയർ സ്റ്റൈല്, അതുപോലെ നമ്മുടെ ഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. ഇപ്പം നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ ഏതോ അത് നമുക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്യാം. അപ്പം ആ ഒരു ഹെയർ സ്റ്റൈൽ അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഹെയർ സ്റ്റൈലിൻ്റെ കളറ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡ്രസ്സ് എന്നത് ക്ലിക്ക് ചെയ്ത് നമ്മുടെ അവതാരത്തിൻ്റെ ഡ്രസ്സൊക്കെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എന്തൊക്കെയോ അതൊക്കെ ചൂസ് ചെയ്യാം. അതുപോലെ ബോഡി എങ്ങനെ വേണമെന്നോ നമുക്ക് സെലക്ട് ചെയ്യാം. ഫാറ്റ് വേണോ അതോ സ്ലിം ആണോ എന്നൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. അതുപോലെ ഐയുടെ ഷേപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. ഇപ്പോൾ ഈ കാണുന്ന കുറേയധികം ഐൽസിൽ നിന്ന് ഏതാണോ നിങ്ങളുടെ ഐ എന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഐ ഷാഡോ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. പിന്നെ നോസ് ചേഞ്ച് ചെയ്യാം. അതുപോലെ ലിപ്പ് ചേഞ്ച് ചെയ്യാം. ലിപ്പിൻ്റെ കളർ വേണമെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ ഫേസിൻ്റെ ഷേപ്പ് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഫേസിലെ മാർക്കിങ് എന്തെങ്കിലും പിമ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കുറേയധികം ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഒരു അവതാറിനെ നമുക്ക് എങ്ങനെ രൂപപ്പെടുത്താം ആ രീതിയിലുള്ള എല്ലാ ചേഞ്ചസും നമുക്കിവിടെ വരുത്തി നമുക്ക് നമ്മുടെ അവതാറിനെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഒരുപാട് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. എല്ലാം നമ്മൾ കാണിക്കുന്നില്ല. ഇതെല്ലാം നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം കുറച്ച് സമയം എടുക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ അവതാറിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും ഇനി ചെയ്യുന്നില്ല. അപ്പം ഇങ്ങനെയൊക്കെ ഒരുവിധം എൻ്റെ അവതാറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് അക്യുറേറ്റ് ആണോ ഇല്ലയോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ഈ കാണുന്ന ഐക്കനെ ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ ക്യാമറ ഓപ്പൺ ആവുന്നതായിരിക്കും. ഇവിടെ നമ്മുടെ ഫേസ് വരുന്നതായിരിക്കും. ആ ഫേസിനെ മനസ്സിലാക്കി നമ്മുടെ ഫേസ് ഏതോ അതേപോലെ തന്നെ ഈ അവതാർ വന്നിട്ടുണ്ടോ നമുക്ക് കണ്ടു മനസ്സിലാക്കി ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. തൽക്കാലം ഞാൻ അതൊന്നും ചെയ്യുന്നില്ല. ഇത് തന്നെ സെറ്റ് ചെയ്യുകയാണ്. ഇപ്പം ഏകദേശം ഇതാണ് ഞാൻ എന്ന് കരുതി ഞാൻ ഇതങ്ങ് സെറ്റ് ചെയ്യുന്നു. അപ്പം ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഡൺ എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ സേവ് ചേഞ്ചസ് ചോദിക്കുന്നു, അത് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ഒരു അവതാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അവതാർ ന്യൂ ലുക്ക് എന്ന് പറഞ്ഞ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് നെക്സ്റ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് പ്രൊഫൈൽ ഫോട്ടോ എന്നത് ക്ലിക്ക് ചെയ്ത് വേണമെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ പിക്ചറാക്കി നമുക്കിത് മാറ്റാവുന്നതാണ്. അപ്പം ഇവിടെ പലതരത്തിലുള്ള പോസുകളുണ്ട്. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ തൽക്കാലം ഇതൊന്ന് ചൂസ് ചെയ്യുകയാണ്.
അതുപോലെ ആ കാണുന്ന ബാക്ക്ഗ്രൗണ്ടിലെ കളറും വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചേഞ്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാം. അതിനുശേഷം ഇവിടെ ടിക്ക് കൊടുക്കാം. അതുപോലെ ഇവിടെ ബ്രൗസ് സ്റ്റിക്കർ എന്നിട്ട് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അവതാറിൻ്റെ സ്റ്റിക്കേഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ കുറേയധികം സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റിക്കർ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇതാ ഫോർവേഡ് വേണമെങ്കിൽ ഇവിടെ ഫോർവേഡ് എന്നത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിത് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ എന്തെങ്കിലും എഡിറ്റ് ഒക്കെ ചെയ്യണം, നമ്മുടെ അവതാർ ക്രിയേറ്റ് ചെയ്ത് എന്തെങ്കിലും എഡിറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് അവതാർ എന്നത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വീണ്ടും ഇവിടെ പലതും മാറ്റങ്ങളൊക്കെ വരുത്തി കുറച്ച് സമയം എടുത്തൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള നല്ലൊരു അവതാറിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു അടിപൊളി അപ്ഡേറ്റ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് കൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ വെക്കാൻ എന്തെങ്കിലും മടിയുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അവതാറിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ ഓൺ ഫോട്ടോ ഇതുപോലെ വാട്സപ്പിലൊക്കെ വെച്ച് മറ്റുള്ളവർ അത് മിസ്യൂസ് ചെയ്യാം എന്നുള്ളൊരു പേടിയുള്ളവർക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള അവതാരം ക്രിയേറ്റ് ചെയ്യാനും പറ്റും. അപ്പം മറ്റുള്ളവർക്ക് കാണുമ്പോൾ അത് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ വാട്സപ്പിൻ്റെ ബീറ്റ വെർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്തത്. ഇപ്പോൾ ബീറ്റ വെർഷൻ മാത്രമേ ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുള്ളൂ. നോർമൽ വാട്സപ്പിൽ അധികം താമസിക്കാതെ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.